തിരിച്ചിട്ടാ മതി. അടുത്ത അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചു പൊന്നിതടിക്കൂ. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. വെറുതെ കടലിലെ നടക്ക് കേട്ടോ, കടലിലെ നടക്ക് വെറുതെ ഫിഷിങ്ങിനായിട്ട് വന്നതാണ്. നമ്മുടെ രഞ്ജിത്തേനുണ്ട്, ദിനേശേനുണ്ട്, സ്റ്റീനൊക്കെ അത് കുറേ ഇരിപ്പുണ്ട്. രാവിലത്തെ പരിപാടി പോപ്പിംഗ് ആണ്. രാത്രി ട്രാവൽ ചെയ്തുകൊണ്ട് വന്നോണ്ടേ ചെറിയ തൊണ്ട കുറച്ച് സൗണ്ട് കുറച്ച്. അപ്പോൾ എല്ലാവരും ജീറ്റ് പിടിക്കാനായിട്ടുള്ള പോപ്പിങ്ങിലാണ്. നമുക്ക് വല്ലതും കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോയേക്കാം. പുള്ളി എന്തായാലും ആവശ്യത്തിനെല്ലാം വന്നായിരിക്കുന്നു. തിരിച്ചിട്ടാ മതി. cerca anínate അത്രയും വേണ്ട ഇപ്പൊ അങ്ങായിപ്പോയി. അതുപോലെ ഞങ്ങൾ ഓടിക്കോളും. ഹുക്ക് മാറും, ശ്രദ്ധിക്കുക. കേറും ഇവിടെ അറിയില്ല. അണ്ണാ മീൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും? അണ്ണാ പോട്ടെ ഇത് വരുന്നുണ്ടോ? ആ ചൂടായോണ്ട് ക്യാമറ ഓഫ് ആവുന്നുള്ളത് എനിക്കറിയില്ല. ഇടയില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് പീസാണ്, ഞങ്ങൾക്ക് 3 ഇറങ്ങണം. പൊട്ടിപ്പോയില്ല, പൊട്ടിപ്പോയില്ല. ഇവിടെ ഓർമ്മ ഉണ്ടോ? ജീറ്റിയാണോ? വേണ്ട, ഇതിന് മുമ്പ് അങ്ങോട്ടൊക്കെ നോക്കിക്കോളാം. ഇവിടെ എട്ടയില്ലാത്ത നീ എങ്ങനെ എറിയും? വേണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ട. തൽക്കാലം ഞാൻ അവിടെ ഇരി. ആ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്, വാങ്ങിക്കോ. അതിനുണ്ടെന്നോ മീനാ, മീനാ അടിച്ചോ? അടുത്ത അടിച്ചടിച്ചടിച്ചടിച്ചു. ആ അട് തണ്ണിമത്തൻ പൊന്നിതടിക്കൂ. ആ ഇതിനാ പേടി. എന്താ തിരിയാണോ? എടാ എനിക്കൊരു പീസ് ഇങ്ങനെ എടുത്തേ. ആ ചെറിയ പീസാണോ?
രണ്ടാക്കിത്ത നീ പട്ടിലൊക്കെ ആവുമെന്ന് പറയാം. ഒരെണ്ണം ഇങ്ങോട്ട് ഒരെണ്ണം അങ്ങോട്ടും. ഞാനിപ്പോ ഏത് വീഡിയോ എടുക്കുന്നുള്ള എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയി. ഓക്കെ ന്യൂട്രല്ലേ? നീ അവിടെ നിൽക്ക്. അപ്പൊ ഇത് ഇപ്പുറത്താവും അത് ഇപ്പുറത്താവും. അങ്ങനെ ബാക്ക് വെച്ചാലേ ഇത് കറക്റ്റ് ഇപ്പുറത്ത് ഇത് ഇപ്പുറത്താവില്ലേ? ഇപ്പൊ എഞ്ചിന്റെ അടിയിലാ. അഞ്ചു പതിനഞ്ചോ എന്താ എനിക്കാണ് മീൻ അടിച്ചത് 10 മിനിറ്റ് ആയി. ഡ്രാഗ് എടുത്ത് ഓടി വലിച്ചിങ്ങനെ നിർത്തിയേക്കണം. ധനേഷേൻ്റെ മീൻ അടിച്ചു. ആകപ്പണിയായിട്ടിരിക്കുക. മീൻ എന്താ മീൻ കയറ്റാൻ ഞാൻ കയറ്റുമോ? ഇത് ബുക്ക് കൊടുക്കില്ല. നിങ്ങൾ പോയല്ലേ? ഫ്രിഡ്ജിലേക്കാ ഒരു 30 മീറ്റർ കൊണ്ടിണ്ടാവും. 30 മീറ്ററിന് മുകളിലുണ്ടാവും. എന്താ ചെറിയ എൻ്റെ മീൻ ഏകദേശം ഡെഡ് ആവേണ്ട അവസ്ഥയായി. ടിൻ പവർ വേസ് സർഗോസ മാമ്പിക വേസ് CN1. നല്ല റേഞ്ച് കളിയാണല്ല. ഒന്ന് പെന്നിന്റെ ധനേഷൻ പ്രോ ആംഗ്ലർ രഞ്ജിത്ത് കട്ട ഫൈറ്റിംഗ്. റോഡ് മറ്റേതോ ഒന്ന് പെന്നിന്റെ റോഡ് മറ്റേതോ നാണക്കേടല്ലേ? അതെ അത് ചേട്ടന്റെ പെന്നിന്റെ അല്ലേ? ആദ്യം ആര് കേൾക്കും? ആദ്യം ആര് ഒന്ന് കേറിയാ മതി. ബുക്ക് കൊടുത്തില്ല, കേറിയാ മതി. ധനുഷാന്റെ പിന്നെ ഏകദേശം അടുത്ത് വന്നു. ലാൻഡ് ചെയ്യും? ധനേഷന്റെ ഏകദേശം ഇത് ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിക്കാൻ പറ്റും. കുറച്ച് ഫ്രണ്ടിലേക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് ലെഫ്റ്റ് കുറച്ച് ലെഫ്റ്റിലേക്ക്. അങ്ങനെ ഇവിടെ കൂടുന്നു. ഇല്ലില്ല, ഇവിടെ ആ മീൻ അവിടെയല്ലേ, ഇത് കറങ്ങുമ്പോൾ അങ്ങോട്ട് ആയിക്കോളും. ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് ലെഫ്റ്റ് ബാക്ക് എടുക്കുന്നതിന് കുറച്ചൊന്നും നല്ലതെന്ന് തോന്നുന്നു. റോഡ് നോക്കണേ. റോഡ് പൊറോട്ട എടുക്കട്ടെ ചേട്ടാ. ക്യാമറ എടുക്കാന്നേ, ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്താൽ പോരെ. അല്ല ഏട്ടെ ആ റോഡ് വളഞ്ഞിരിക്കുന്ന കാണാൻ എല്ലാ മുമ്പ് മീ അങ്ങോട്ട് വരണ്ടേ മീൻ അങ്ങോട്ട് വരണ്ടേ. മീൻ അങ്ങോട്ട് വരണ്ടേട്ടാ. അത് ഹുക്ക് അത്ര നല്ലതല്ല. കാണുന്നുണ്ടോ?
നിലം കാണുന്നുണ്ട്, മീനെ കാണിച്ചാലോ. ഇത്ര വലിയ മീൻ ആ മീനെ കണ്ട് മുട്ട് ചീറ്റിയ ചൂണയല്ലേ? അല്ല തോന്നുന്നല്ലോ. ചൂണയാണല്ലോ. അല്ല ചീറ്റിയ നേരെ താഴെയാണേ. കമോൺട്രാ. രണ്ടുപേർക്കും ചീട്ടിയാണ് എന്ന് തോന്നുന്നു. Let's go boys. ഔ അപ്പാഞ്ചിട്ടാണ് മെല്ലെ മെല്ലെ എടുത്തിരുന്നു. ഞാൻ കാപ്പി ചെയ്ത് കണ്ടോ? ഒരു പരിചയമില്ലാത്ത ഞാൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ ആദ്യം ചെയ്ത കണ്ടില്ലേ? പോയിക്കോ നോ പ്രോബ്ലം. ചേട്ടാ കിട്ടോ കുറച്ച് വെള്ളം ആദ്യം കുറച്ച് വെള്ളം കൃഷ്ണനായി നല്ല കുറച്ച് വെള്ളം നൈസ്. ഇവിടെ വെക്കണം. ഒഴിവാക്കിയിട്ട് ഈ എന്റെ കാലിന് ഇവിടെ മീണ്ട് നന്നായി മീണ്ട് പിടിക്കാം, എറിഞ്ഞു പിടിക്കാം. ഞാൻ കുറച്ചു നേരം ആയിരുന്നു എനിക്ക് ഇതിനെക്കാളും വില കൊടുക്കാൻ പറ്റില്ല. അവനോട് എത്ര ഫ്രോ എടുക്കുന്നത് കേട്ടാ അസീർക്കാ. അതിന്റെ ചുറ്റുവട്ടത്തല്ല കേട്ടോ സാധനം, അത് നമുക്ക് അടയാളം കേട്ടാ. വെള്ളം ഇവിടെ വെള്ളം താഴെ താഴെ കരടില്ല അവിടെ ഇല്ല. മീനൊന്നും അവിടെ നിന്ന് മാറ്റിട്ടോ. അങ്ങനെ വെള്ളം വെച്ച് നനക്ക്, നല്ല വെള്ളം വെച്ച് നനക്കാം അവിടെ. അല്ല ഇപ്പം തന്നെ അതിന് സ്ഥലം രഞ്ജേട്ടൻ്റെ സീറ്റ്. ചേട്ടേ ഞാൻ ഇത് ഓഫ് ചെയ്യാട്ടോ. കൈ ചൂടാവും. കൈ കൊടുക്കും. ഇപ്പൊ പിടിച്ചെടുത്ത് എന്താ രഞ്ജേട്ടൻ എന്തായി കളിക്കുന്നു. എന്റെ ഹുക്ക് കൊള്ളില്ലക്കാ. ആ ഉപ്പ് കൊള്ളില്ല. നിങ്ങളല്ലേ പറയലേ നല്ല സാധനം നല്ല സാധനം. എന്റെ അല്ലായിരുന്നത് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചാ. ഓരോ ഉടായ്പും കൊണ്ടുവരും. നേരെ അതിൽ രഞ്ജേട്ടൻ്റെ ആ ഫ്രീസറിൽ കയറ്റണം. അതിപ്പോഴല്ല, അതിനും കൂടി ലാൻഡ് ചെയ്തിട്ട് കൃഷ്ണനേ ക്യാമറ ചൂടാവാ. ഒന്നൊന്ന് തിരിച്ചു കൊടുത്തു. ഇവിടെ ഇങ്ങോട്ടാക്കോ. ഇടയ്ക്കിടയ്ക്ക് തന്നെ ശരിയല്ലേ അറിയില്ല. കേറിക്കോട്ടെ, കയറാൻ പറ്റും കേറിക്കോട്ടെ. ആ മതി. ഓണം നടന്നു അപ്പഴായിരുന്നു ഇപ്പൊ വരുന്നുണ്ട്. ഇനിയും ഇവിടുന്ന് മീൻ പിടിച്ചിട്ടാണോ തിരിഞ്ഞ്. അല്ല അകലെന്ന് പിടിച്ചാൽ കുഴപ്പമില്ല. അകലെന്ന് പിടിച്ചാൽ നമുക്ക് എങ്ങനെയാലും എന്തെങ്കിലും കാണിക്കാം. അടുത്തത് മാത്രം പ്രശ്നമുണ്ടോ? 20 കിലോയുള്ള പാത്രം തള്ളി വെച്ചോ. ഏതാ ഇത്ര താഴോളൂ. എന്നാ പിടിച്ചോ. ക്യാമറ നന്നായിട്ട് മറ്റേ റോഡ് എടുക്കുക. അപ്പുറം വേണ്ടത് സെറ്റ് ചെയ്ത് എനിക്കും ലാസ്റ്റ് ചെയ്യാൻ. സെറ്റ് ചെയ്തോ. ഇടയിലേക്കാ ഇവിടെ ഉണ്ടല്ലോ നല്ല. ആ വെള്ളം ഒന്നും ഇങ്ങോട്ട് നിൽക്കാവാ. ബാക്ക് വാശും പൊറോട്ട വള്ളത്തിന്റെ ബാക്കിലേക്ക് വെച്ചാൽ മതി. ബാക്ക് വശം അങ്ങോട്ട് ബാക്ക് ഇങ്ങോട്ട് അവരിങ്ങോട്ട്
അടിയിലല്ലോ കാണുന്നില്ല. ഇപ്പൊ അടിയല്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. മാറ്റിക്കോ അങ്ങോട്ടേ. അടിക്കണ നോക്കിയാ അവിടെ അവിടെ അടിക്കണ നോക്കിയാ. അടിച്ചു വീന്ന് കേട്ടാ പക്ഷേ ജിഗറിഞ്ഞാലും അടിക്കൂല്ലോ ആ ഇല്ലേ? പിന്നെന്താ നിക്കട്ടെ. പൊക്കിട്ട് പേടിയാണ് എനിക്കുള്ളത്. നീ ഇപ്പുറത്തിരിക്കോ? നീ പുറകിലിരി പറയാം. പോ നീ പോടാ. അവിടെ പറയാൻ പറ്റി. ആ നീ ഇവിടെ എല്ലാം വലിച്ചു വരട്ടെ. ഞാൻ അവിടെ നിന്നുണ്ടെങ്കിൽ ചെല്ലോ എന്താ നീ കേട്ടാ. അത് ഞങ്ങൾക്ക് പോകാം. അതിനാ വേഗം മാറ്റിയത്. ഇടി നീ ഗ്രാഫിന്ന് ശരിയല്ലാത്തോണ്ടാണ് ഞങ്ങൾക്ക് അവര് പറയാൻ. കാണോ മീനെ കാണോ? വെള്ളം ഒന്ന് നോക്കിയാണ്. ഭർത്താവിന്റെ സമയത്തിലാണ് അങ്ങനെ കിട്ടുന്നത്. ആ വെള്ളം അങ്ങോട്ടാക്കാവോ? എത്ര അടിച്ച് മിസ്സാവണ്? അടിച്ച് മിസ്സായി. അടുത്ത ദേവീൻ അടുത്തെന്നാ അടിച്ചാ മീൻ. ആ പിന്നെ കണ്ടു ജിദ്യാന്ന് തോന്നുന്നു. വെള്ള കളറാണ്. ക്ലിയർ അല്ല. നല്ല ആഴത്തില മീൻ. റീഫിന്റെ അടുത്തായിട്ടാ. ചേട്ടാ എൻ്റെ ലൂറുകൾ താഴെ. അവിടെ അങ്ങോട്ട് വരണം. ഓടിക്കൊണ്ടിട്ട് കളഞ്ഞു പോകും. സൈസ് ഉണ്ട് കേട്ടോ. വെള്ളത്തിനടിയിലായ മീനെ ഈ ഭാഗത്താ. അടിയിൽ പോയിട്ടുണ്ട്. ബാക്ക് വശം കറക്കട്ടെ. മെല്ലെ ഇങ്ങോട്ട് വരും. ഇടി ഇതിലോട്ട് പോകണ്ടേ? കൊണ്ടടിച്ചോട്ടെ. ഡ്രാഗ് വീണ്ടും അതേമാതിരി തിരിയണത്. തുള്ളി വെച്ചാൽ പറഞ്ഞു പോകും. പക്ഷേ നിങ്ങളത് തന്ന ബുക്ക് നോക്കുമ്പോൾ മീനോടെ വന്നു.
അവരുടെ ഒന്ന് ചെയ്യണം. അതെന്താ മീനെ അതൊന്നല്ലേ. ബാക്ക് വശം കൂടെ ഉണ്ടല്ലേ? മതി അങ്ങോട്ടല്ല തിരിച്ചാക്കി. അല്ല ഇവിടെ മീൻ നേരെ വളത്തിന് ബാക്ക് വശം ഓക്കെ അവിടെ ഓക്കെ ഓക്കെ. ഇപ്പം ഇങ്ങോട്ട് അടി പോയി വരും ഒന്നും ചെയ്യണ്ട അവിടെ കിടന്ന് റൗണ്ട് അടിച്ച് കളിച്ചോളൂ. റൗണ്ട് അടിയാ. മാക്സിമം വെള്ളത്തിൽ താത്തിരിക്കും. താത്തിക്കുമ്പോ സ്റ്റിക്ക് മാത്രം കത്തിക്കൂടെ വരെ കുറച്ചൊരു കിട്ടും. ബാക്ക് വശം അല്ല അത് റൗണ്ട് അടിച്ച് ഇങ്ങോട്ട് വരും. വരുന്നുണ്ട് മതി. മടുത്തില്ലേ? ചേട്ടാ പറ്റുന്നേ താത്ത് ആ ശരിക്കും പോന്നിട്ടെ. വാ മറ്റേ ഇടക്കം വിളിങ്ങിയേക്കുക. അടിച്ചു പൊട്ടിക്കോ? ഇല്ല അടിയിലിട്ടു. ഇങ്ങോട്ട് പോയി. കിട്ടിയോ? ഒരാൾ എനിക്ക് എത്ര പരിചയമില്ലല്ലോ. മാറി നിങ്ങളുടെ റെക്കോർഡ് പോയി ഇന്നത്തെ. അടിപൊളി സാധനം അടിപൊളി കണ്ടല്ലോ ഈ സാധനത്തെ കയറിയ മുതലാ. കണ്ടല്ലോ കിടപ്പുണ്ടല്ലോ. എന്റെ കൈ കാണിച്ചാൽ എന്റെ കൈ ഇത്രേ ഉള്ളൂ. എന്റെ കാലും കാണിച്ചേക്കാം. അതെ എന്റെ കാലും എന്റെ തലയുടെ സൈസും നോക്കും. ഇതിലേക്കുള്ള എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. തൂക്കാനുള്ള നിവൃത്തിയില്ല, എടുക്കാൻ പോലുള്ള നിവൃത്തിയില്ല. അവിടെ അടുത്ത മീൻ അടിച്ചു. കണ്ടല്ലോ അവിടെ അടുത്ത മീൻ അടിച്ചു. പൊളി മൂട്. പിന്നെ റോഡ് റീല് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ ടിൻബോറും മാമ്പിക 10 feet റോഡ് 6000 സീരീസ് സോൾട്ട് വാട്ടർ സീരീസ് XD റീല്. ബ്രൈഡ് ഏതായിരുന്നു? ഫൈജിക്കയുടെ ബ്രൈഡ്. കണ്ടല്ലോ കിട്ടുന്നതാണ്.
കണ്ടോ കയറിയ മുതലേ ഉണ്ടല്ലോ ഹെവി ജി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ജി ടി ഏകദേശം ഒരു എത്ര സമയം എടുത്താണ് നമ്മൾ കയറ്റാൻ? മീനടിച്ച് കയറ്റിയിട്ട് ക്ഷീണിതനായി കിടക്കുന്ന കിടപ്പാക്കാണ്ട് ഫുള്ള് വെയിൽ സീന് മൊത്തം മടുത്ത് പോയി. ഏകദേശം ഒരു 1 മണിക്കൂറോളം ടൈം എടുത്തിട്ട് നമ്മൾ ഇവനെ കയറ്റിയത്. അത്രയായിട്ട് ഓടിച്ച് അടിച്ചിട്ട് ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് ഓട്ടം തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിച്ച് കയറ്റി ഓടിച്ച് വിട്ട് അങ്ങനെ തളർത്തി അവസാനം ചത്ത് പൊങ്ങിയിട്ടാണ് നമ്മൾ എടുത്ത് കയറ്റിയത്.